തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോൾ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ദൈവകരുണയാൽ അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 7-ാം അധ്യായം 14-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. ധ്യാന കേന്ദ്രത്തിൽ ഒരു മകൻ ധ്യാനിക്കുവാനായിട്ട് വന്നു. അവൻ ധ്യാനത്തിനിടയിൽ ഇൻ്റർവെൽ സമയത്ത് അവൻ കൊണ്ടുവന്ന മദ്യം ഒളിച്ചു വച്ചിരിക്കുന്ന ബാഗിൽ നിന്ന് മദ്യമെടുത്ത് ആരും കാണാതെ ഒളിച്ചിരുന്ന് കുടിക്കുക. ആ സമയത്ത് വൈദികനും ശുശ്രൂഷയും കൂടി കടന്നു പോകുമ്പോൾ ശുശ്രൂഷി കണ്ടു ആ മകൻ മദ്യപിക്കുന്നത്. അവൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അതെ, അവൻ മദ്യപിക്കുന്നു. അച്ഛൻ വളരെ സ്നേഹത്തോടെ ശാന്തതയോടെ അവൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, മകനെ നീ മദ്യപിക്കുകയാണോ? അവൻ പറഞ്ഞു, ഇല്ല അച്ഛാ, ഞാൻ മദ്യപിക്കല്ല. ആ വെപ്രാളത്തിൽ അവൻ എന്തൊക്കെയോ ഒഴികഴിവ് പറയുക. അച്ഛൻ പറഞ്ഞു, സാരമില്ല മകനെ, നീ മദ്യപിച്ചാലും അച്ഛന് കുഴപ്പമില്ല. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പരിശുദ്ധമായ ആലയത്തിൽ വന്നിട്ട് പോലും ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് പോലും നീ ആഗ്രഹിച്ച വന്ന് ധ്യാനം കൂടാൻ, എന്നിട്ട് പോലും മദ്യപിക്കാതിരിക്കാൻ പറ്റാത്ത വിധം മദ്യത്തിന് അടിമയാണ് മകനെ നീ എന്ന് നീ അറിയുക. പ്രിയപ്പെട്ടവരെ, അത് അവനെ ഒത്തിരിയേറെ ഒരു തിരിച്ചറിവിലേക്ക് നയിച്ചു. ഞാൻ മദ്യത്തിൻ്റെ അടിമയാണ്. നടുവൊടിഞ്ഞ് കിടക്കുന്നവനോട് എഴുന്നേറ്റ് നടക്കാൻ പറയുന്നത് വളരെയേറെ കഠിനമായ ക്രൂരമായൊരു ആവശ്യമാണ്. അവനത് തിരിച്ചറിഞ്ഞു. ഞാനൊരടിമയാണ്, നടുവൊടിഞ്ഞ് കിടക്കുകയാണ്. ആ നിമിഷം അവൻ പിന്നീട് ധ്യാനത്തിന് ചേട്ടം സാക്ഷ്യപ്പെടുത്തി കണ്ണീരോടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ അടിമയാണ്, ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്, നന്മ ഇച്ഛിച്ചിട്ടും തിന്മ പ്രവർത്തിച്ചു പോകുന്ന ദുർഭകനാണ്, എന്നോട് കരുണ തോന്നണേ എന്ന് അവൻ ഉള്ളിൽ തട്ടി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു. അത് തന്നെ അവന് സൗഖ്യമായി, അത് അവന് വിടുതലായി, അത് അവന് രക്ഷയായി. ആ നിമിഷം മുതൽ അവൻ അവൻ്റെ മദ്യപാനത്തെ എന്നേക്കുമായി വിട്ടുപേക്ഷിക്കാനുള്ള അഭിഷേകം കൊണ്ട് നിറഞ്ഞു. ദൈവം അവനെ നിറച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ബലഹീനരാ, നമ്മളൊക്കെ ദുർബലരാ, പല മേഖലകളിലും നടുവൊടിഞ്ഞ് കിടക്കുന്നവരാ. എനിക്ക് സൗഖ്യം വേണം, എനിക്ക് വിടുതൽ വേണം, എനിക്ക് രക്ഷ വേണം. അതിന് എനിക്ക് സ്വയമേവ ശക്തിയില്ല, കഴിവില്ല എന്നുള്ള തിരിച്ചറിവ് നമ്മെ സർവശക്തനായ ദൈവത്തെങ്കിലേക്ക് ആനയിക്കും. ആ കരുണയ്ക്ക് വേണ്ടിയുള്ള നിലവിളി ഉയരുമ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അതിശക്തമായിട്ട് ഇടപെടുകയും അവിടുത്തെ ശക്തി പ്രകടമാക്കി നമ്മെ രക്ഷിക്കുകയും സൗഖ്യത്തിലേക്ക്, സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, വിടുതലിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഏതവസ്ഥയിലാണേലും നമ്മളാരും നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മെ ഉയർത്തുന്ന, നമ്മെ സൗഖ്യപ്പെടുത്തുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ച് ശരണപ്പെട്ട് ആ ദൈവത്തിന് സമർപ്പിച്ച് ആ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ വിജയം നമുക്ക് സുനിശ്ചിതം. ആമേൻ.